ഉം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കംഫർട്ട് ഡിവൈസ് ആണ്. അപ്പം കംഫർട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ നല്ല പ്രയോജനമുള്ളൊരു ടോപ്പിക്കാണ്. അത് അവരുടെ സിലബസ് അനുസരിച്ച് വരുന്നൊരു ടോപ്പിക്കാണ്. കംഫർട്ട് ഡിവൈസിൽ നമുക്ക് കുറച്ച് കംഫർട്ടിൽ കുറച്ച് കംഫർട്ട് ഡിവൈസസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കംഫർട്ട് ഡിവൈസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദിസ് ആർ ദ മെക്കാനിക്കൽ ഡിവൈസ് പ്ലാൻഡ് ടു പ്രൊവൈഡ് ഒപ്റ്റിമൽ കംഫർട്ട് ടു ആൻ ഇൻഡിവിജ്വൽ. മാക്സിമം ഒരു കംഫർട്ട് കൊടുക്കാൻ വേണ്ടി ഒപ്റ്റിമൽ കംഫർട്ട് ടു ആൻ ഇൻഡിവിജ്വൽ, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിൻ്റെ പേരാണ് കംഫർട്ട് ഡിവൈസ്. നെക്സ്റ്റ് ഓരോന്നായിട്ട് നമ്മൾ ഏതൊക്കെ ഡിവൈസസ് ആണ് കംഫർട്ട് ഡിവൈസസ് എന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പില്ലോ ആണ്. സെക്കൻഡ് ബാക്ക് റെസ്റ്റ്, ബെഡ് ക്രാഡൽ, കാർഡിയാക് ടേബിൾ, മാട്രസ്, ട്രപ്പീസ് ബാർ, ഫുഡ് ബോർഡ്, ട്രൊക്കാണ്ട റോള്, സാൻഡ് ബാഗ്, സൈഡ് റെയിൽസ്, അബ്ഡക്റ്റർ പില്ലോ, നീ റെസ്റ്റ്, ബെഡ് ബ്ലോക്സ്, എയർ കുഷ്യൻ, റബ്ബർ ആൻഡ് കോട്ടൺ റിങ്സ്, ദെൻ ഹാൻഡ് റോൾസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പില്ലോസിനെ പറ്റിയാണ്. പില്ലോസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കെല്ലാം അറിയാം. തലയിലാണ് വെക്കുന്നത്, തല വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ അതുകൂടാതെ ഈ കംഫർട്ട് ഡിവൈസായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ പറയുന്നത് എക്സ്ട്രാ പില്ലോസ്. ഈ എക്സ്ട്രാ പില്ലോസ് നമുക്ക് യൂസ്ഡ് ടു സപ്പോർട്ട് മെയിൻറ്റെയിൻ കറക്റ്റ് ബോഡി അലൈൻമെൻറ്റ്, യൂസ്ഡ് അണ്ടർ ഹെഡ്, ആംസ്, ലെഗ്, എലോങ് സ്പൈന്, അല്ലെങ്കിൽ ഏതൊരു കംഫർട്ട് കൊടുക്കുന്ന പ്രൊസീജിയറിന് നമ്മൾ എലോങ് സ്പൈന് ഓർ അബ്ഡോമൻ ടു പ്രൊവൈഡ് കംഫർട്ട്. അപ്പം ഒരു പേഷ്യൻ്റ് ഇപ്പം നോർമൽ എന്തെങ്കിലും പൊസിഷൻസ്, സൈഡ് ലൈൻ പൊസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ പില്ലോസ് ഉപയോഗിച്ച് നമുക്ക് ആ പൊസിഷൻ അലൈൻ ചെയ്യാവുന്നു. അപ്പോൾ ഇറ്റ് യൂസ്ഡ് ടു സപ്പോർട്ട് മെയിൻറ്റെയിൻ കറക്റ്റ് ബോഡി അലൈൻമെൻറ്റ്, അതാണ് മെയിനായിട്ടുള്ള. രണ്ടാമത്തത് ഏതാണെന്ന് വെച്ചാൽ ബാക്ക് റെസ്റ്റാണ്. ബാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം പേഷ്യൻ്റ് സിറ്റിംഗ് പൊസിഷൻ, സെമി സിറ്റിംഗ് പൊസിഷനിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ബാക്ക് റെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ബാക്ക് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടഫായിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്. അപ്പം അത് സപ്പോർട്ട് നൽകും. ഇറ്റ് വിൽ ഗീവ് സപ്പോർട്ട് ദ പേഷ്യൻ്റ് ഹു ആർ അണേബിൾ ടു മെയിൻറ്റെയിൻ ദ സിറ്റിംഗ് പൊസിഷൻ. അതർവൈസ് ഫോർ ഗിവിങ് ഫർദർ കംഫർട്ട് വി ക്യാൻ പ്രൊവൈഡ് ദിസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പർപ്പസാണ്. പിന്നെ ബാക്ക് റെസ്റ്റിനെ പറ്റി മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എക്സ്ട്രാ പില്ലോ ആർ നീഡഡ്, ആംസ് ഓഫ് എ പേഷ്യൻ്റ് ആർ വെൽ സപ്പോർട്ടഡ്, ഇതൊക്കെയാണ്. പർപ്പസ് എന്ന് പറയുന്നത് ടു റിലീവ് ഡിസ്നിയ, ടു പ്രൊമോട്ട് ഡ്രെയിനേജ്, ടു പ്രൊവൈഡ് എ കംഫർട്ടബിൾ ചേഞ്ച് ഓഫ് പൊസിഷൻ, ഇതൊക്കെയാണ് ബാക്ക് റെസ്റ്റിൻ്റെ യൂസസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെഡ് ക്രാഡലാണ്. അപ്പം ക്രാഡിൽ എന്ന് പറയുമ്പം സാധാരണ നമുക്കറിയാം അല്ലേ. അപ്പം ബെഡ് ക്രാഡിൽ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബേൺസ് പേഷ്യൻസിനൊക്കെയാണ്. അതൊരു കവറിങ് പോലെ ബെഡിന് മുകളിലായിട്ട് വരും. അപ്പം അത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലിനനും ബെഡ്ഷീറ്റ്സ് ഒക്കെ കവർ ചെയ്യാം പേഷ്യൻസിനെ. ബേൺസ് ബെഡിന് നമുക്ക് ഡയറക്റ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെഡ് ക്രാഡിൽ മോസ്റ്റ്ലി അതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബെഡ് ക്രാഡിൽ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി എയർ ഫ്ലോ, വായുസഞ്ചാരം ഉണ്ടാവും. സോ പേഷ്യൻ്റ് വിൽ ഗെറ്റ് കംഫർട്ട് പ്ലസ് ഫോർ പ്രൊവൈഡിങ് പ്രൈവസി ആൻഡ് ഫോർ കവറിങ് ദ പേഷ്യൻ്റ് വി യൂസ് ദിസ്. അതിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫ്രെയിം യൂസ്ഡ് ടു ഹോൾഡ് ദ ബെഡ് ലിനൻ ഫ്രം touching the patient. Instead of touching the patient directly, we are covering the patient by covering the bed cradle. അങ്ങനെ ബെഡ് ക്രാഡിൽ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ബെഡ്ഷീറ്റ് കവർ ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ്, ക്രാഡിൽ ഈസ് എ സെമി സർക്കുലർ റെക്റ്റാങ്കുലർ ഫ്രെയിം ഓഫ് മെറ്റൽ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റെക്റ്റാങ്കുലറോ സെമി സർക്കുലറോ ആയിട്ടുള്ള ഷേപ്പിലാണ്, വിത്ത് മെറ്റൽ. മേ ബി മേഡപ്പ് ഓഫ് വുഡ് ഓർ ബാംബുവോ വുഡോ വെച്ചോ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. മെറ്റലോ വുഡോ അല്ലെങ്കിൽ ബാംബു. പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് പ്രഷർ ഫ്രം ദ വെയ്റ്റ് ഓഫ് ലിനൻ, ടു അലോ എയർ ടു സർക്കുലേറ്റ് അറൗണ്ട് ലോവർ ലിംസ്.
സോ ഇതൊക്കെയാണ് ബെഡ് ക്രാഡിൽ ബാക്ക് റെസ്റ്റ് പില്ലോ ഇങ്ങനെ ഡിവൈസസിൻ്റെ യൂസസ്. So do subscribe my channel for further videos like this. Thank you.